പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, മനസ്സിലുള്ള കുഞ്ഞുങ്ങളെ, പാർവതിന്റെ വിശുദ്ധ അന്ത്രോനീസിന്റെ ഓർമ്മകളുമായിട്ടാണ് ഈ സന്ധ്യാ സമയത്ത് ഈ കർത്തവ്യങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ഒരുമിച്ച് കൊടുക്കുന്നു. ദൈവത്തെ തൊട്ടറിഞ്ഞ ഒരു വലിയ വിശുദ്ധ, ദൈവത്തെ തൊട്ടറിഞ്ഞ വലിയ ദൈവ അനുഭവവുമായിട്ട് മനുഷ്യരുടെ ഇടയിലേക്ക് സുവിശേഷവുമായിട്ട് ഇറങ്ങിയ അന്തോണീസിനെ മനുഷ്യര് തൊട്ടറിയാനായിട്ട് തുടങ്ങി. മനുഷ്യരെ തൊട്ടറിയാനായിട്ട് തുടങ്ങിയതിന്റെ ഫലമാണ് ഇത്രയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ലോകമെമ്പാടുമുള്ള ക്രൈസ്തവര് ഈ വലിയ വിശുദ്ധരെ നെഞ്ചിലേറ്റി കൊണ്ടു നടക്കുന്നു. നമുക്കറിയാം, മലയാളികളായ നമ്മള് വിശുദ്ധന്മാരുടെ പേരുകൾ നമുക്കിടുന്നവരാണ്. ഒരു പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന യൗസേപ്പിതാവിന്റെ പേരാണ് കൂടുതൽ പേരും ഇടുന്നത് നമ്മൾ കാണുക. അതൊരു പക്ഷേ അതിലേക്ക് കൂടുതൽ ആന്റണിമാരെ നമുക്ക് സമൂഹത്തിൽ കാണാനായിട്ട് സാധിക്കും. അത് ഈ വലിയ വിശുദ്ധനോടുള്ള ആദര സൂചകമായിട്ട് ആ വിശുദ്ധൻ പേരിടുന്ന ആ ഒരു പേര് നമുക്ക് വേണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ ആ നാമധേയം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യർ. ആ വിശുദ്ധനെ പോലെ ആകാൻ സാധിച്ചില്ലായെങ്കിലും ആ വിശുദ്ധന്റെ പേരെങ്കിലും എനിക്ക് വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ പേരിട്ടുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ഇനിയുള്ള ചൊവ്വാഴ്ചകൾ ഒന്നുകൂടി ഈ വിശുദ്ധനോടുള്ള സ്നേഹത്തിൽ ആ വിശുദ്ധനോടുള്ള പ്രാർത്ഥനയിൽ വളരാനായിട്ടുള്ള ഒരു ശ്രമം നമ്മൾ നടത്തിയിരിക്കുന്നത്. ഈ വിശുദ്ധനെ വണങ്ങിക്കൊണ്ട് വർഷങ്ങളായിട്ട് നമ്മൾ ഈ ചാപ്പലില് ബലിയർപ്പണവും പ്രാർത്ഥനയും ഒക്കെ നടത്തുന്നവരാണ്. എന്തുകൊണ്ട് ആ വിശുദ്ധനോട് ഒന്നുകൂടി തീക്ഷണമായിട്ട് പ്രാർത്ഥിച്ചു പോവുക, ഒന്നുകൂടി തീക്ഷണമായിട്ട് ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ബലിയർപ്പിച്ചു പോവുക, ഒന്നുകൂടി കുറച്ചുകൂടി തീക്ഷണമായിട്ട് ആരാധന സമയം ദൈവത്തിന്റെ മുമ്പിൽ ചെലവഴിച്ചു പോവുക. തീർച്ചയായിട്ടും ഈ വിശുദ്ധൻ വഴി നമ്മുടെ നാട് അനുഗ്രഹിക്കപ്പെടുന്ന വലിയ അനുഭവം നമുക്കൊക്കെ ഉണ്ടാകും. ആ ഒരു ആഗ്രഹം ഇനിയുള്ള ആവശ്യങ്ങളില് നമ്മുടെ ഈ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകട്ടെ. നമുക്കറിയാമല്ലോ, ഈ വിശുദ്ധനെ മടങ്ങുന്ന എവിടെയൊക്കെ ദേവാലയങ്ങളുണ്ടോ അവിടെയെല്ലാം മനുഷ്യര് തടിച്ചു പോകുന്നത് നമുക്ക് കാണാനായിട്ട് ശ്രമിക്കുന്നു. ദൈവാനുഗ്രഹങ്ങൾ മനുഷ്യർക്ക് കിട്ടുന്നിടത്താണ് മനുഷ്യര് ഓടി പോകുന്നു. ദൈവാനുഭവം ലഭിക്കുന്നിടത്താണ് മനുഷ്യര് ഓടി പോകുന്നു. അപ്പൊ നമ്മുടെ ദേവാലയത്തിലും തീർച്ചയായിട്ടും ഈ വിശുദ്ധനിലൂടെ ദൈവാനുഗ്രഹം നിറയുന്ന വലിയ അനുഭവങ്ങൾ നമുക്കൊക്കെ ഉണ്ടാകണം. ആ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിന് നമുക്ക് സൂക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ഈ ബലിയർപ്പണത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. നമ്മുടെ ഈ ജീവിതത്തിലെ കുറവുകളും പോരായ്മകളും നമുക്ക് ഓരോന്ന് അനുഭവിക്കാം. വിശുദ്ധിയോടുകൂടെ നമുക്ക് ബലി ആരംഭിക്കാം.
സർവശക്തനായ ദൈവമേ, കൈവണങ്ങിടുന്നിതങ്ങയെ നിന്നനന്ത നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നിതേ. സർവശക്തനായ ദൈവമേ, കൈവണങ്ങിടുന്നിതങ്ങയെ നിന്നനന്ത നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നിതേ. കൈക്കുരുന്നുമായി നിൻ കാൽകൾ വന്നു കാത്തിടുന്നു ഞാൻ. തൃക്കരങ്ങൾ നീട്ടി ഞങ്ങളെ നിത്യമായി അനുഗ്രഹിക്കണേ. നിന്റെ ആഗ്രഹത്തിനൊത്തപോ എൻ പ്രവർത്തികൾ സമസ്തവും കൈവരിക്കുവാൻ തരുവരം. സർവശക്തനായ ദൈവമേ, കൈവണങ്ങിടുന്നിതങ്ങയെ